എക്സോട്ടിക്കിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഇയറിൻ്റെ കുറച്ച് ടോപ്പിക്ക് എന്ന് പറയുമ്പോൾ എന്താണ് റിലേഷൻ, എന്താണ് ഫങ്ഷൻ, എന്താണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം നമുക്ക് സെക്കൻഡ് ഇയറിൽ പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് റിലേഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് സെക്ഷനിൽ എന്താണ് ഒരു എംപ്റ്റി റിലേഷൻ ആൻഡ് വാട്ട് ഈസ് ആൻ യൂണിവേഴ്സൽ റിലേഷൻ. ഈ രണ്ട് കാര്യങ്ങളുമാണ് നമ്മളവിടെ പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് ഈ സെക്കൻഡ് ഇയറിൻ്റെ സെക്ഷനിലെ അടുത്ത ടൈപ്സ് ഓഫ് റിലേഷനെ കുറിച്ചും അതിൻ്റെ പ്രോബ്ലം സെക്ഷനെ കുറിച്ചുമാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്താണ് ഒരു റിലേഷൻ ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. ഒരു റിലേഷൻ ഫോം ചെയ്യാൻ വേണ്ടി രണ്ട് സെറ്റാണ് നമുക്ക് വേണ്ടത്. ഫസ്റ്റ് സെറ്റിൽ നിന്നും സെക്കൻഡ് സെറ്റ്, അതിൽ ആരോ ഡയഗ്രാം ഉപയോഗിച്ച് നമ്മൾ സൂചിപ്പിക്കാം, അല്ലെങ്കിൽ റോസ്റ്റർ ഫോം ഉപയോഗിച്ച് സൂചിപ്പിക്കാം, അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ ഫോം ഉപയോഗിച്ച് നമുക്ക് റിലേഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. റിലേഷൻ എന്ന് പറയുന്നതിന് ഡെഫിനിഷനും പറഞ്ഞായിരുന്നു. എന്താണ്? നമ്മളൊരു കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൻ്റെ സബ്സെറ്റാണ് റിലേഷൻ. ആ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൻ്റെ എലമെൻറ്റിൻ്റെ ഫസ്റ്റ് പൊസിഷനുള്ള എലമെൻറ്റും സെക്കൻഡ് പൊസിഷനുള്ള എലമെൻറ്റും തമ്മിൽ ഒരു പർട്ടിക്കുലർ റിലേഷൻഷിപ്പ് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റിയാൽ വി ഗെറ്റ് എ റിലേഷൻ. അപ്പോൾ റിലേഷൻ നമ്മൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ, ഡൊമൈൻ എന്താണ്, റേഞ്ച് എന്താണ്, കോഡൊമൈൻ എന്താണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് നല്ലതുപോലെ നിങ്ങൾ തറവായി വെച്ചാൽ മാത്രമേ നമുക്ക് ടൈപ്സ് ഓഫ് റിലേഷനോട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒരു കാര്യം പറയാം. നമ്മൾ ഇവിടുത്തെ ഈ ചാപ്റ്ററിലെല്ലാം റിലേഷന് വേണ്ടി നമ്മൾ ഒരൊറ്റ സെറ്റ് മാത്രമേ കൺസിഡർ ചെയ്യൂ. ആ സെറ്റിൽ നിന്നും ആ സെറ്റിലേക്കുള്ള റിലേഷൻ, അതായത് ഡൊമൈനും കോഡൊമൈനും എല്ലാം ആ സെയിം സെറ്റ് തന്നെയാണ്. എയും ബിയും ഉണ്ടാകത്തില്ല, എ മാത്രം, ഒരൊറ്റ സെറ്റ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതാണ് ഈ ചാപ്റ്റർ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. പിന്നെ ടൈപ്സ് ഓഫ് റിലേഷനിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചായിരുന്നു. എന്താണ് എംപ്റ്റി റിലേഷൻ? എംപ്റ്റി റിലേഷൻ എന്ന് വെച്ചാൽ ആ സെറ്റിനകത്തുള്ള എലമെൻറ്റുകൾ തമ്മിൽ പരസ്പരം റിലേറ്റ് ചെയ്യുന്നില്ല, r=5 ആയിരിക്കും. അങ്ങനെയുള്ള റിലേഷനെ പറയുന്ന പേരാണ് എംപ്റ്റി റിലേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ എന്താണ് ഒരു യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറഞ്ഞു. യൂണിവേഴ്സൽ എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ഗിവൺ സെറ്റിലെ എല്ലാ എലമെൻറ്റിനോടും എന്ത് ചെയ്തിരിക്കുന്നു? റിലേറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള റിലേഷനെ പറയുന്ന പേരാണ് യൂണിവേഴ്സൽ റിലേഷൻ. ദാറ്റ് ഈസ് r=a×a. ആ യൂണിവേഴ്സൽ റിലേഷൻ്റെ സെറ്റ് എടുക്കുകയാണെങ്കിൽ അത് a×aക്ക്, സെറ്റ് എ ആണെങ്കിൽ അത് a×aക്ക് ഈക്വൽ ആയിരിക്കും. അതിൻ്റെ ഒരു എക്സാമ്പിൾ എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. ഇനി നമുക്ക് പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ്, നമുക്ക് പ്രോബ്ലമൊക്കെ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 റിലേഷനാണ് റിഫ്ലെക്സീവ് റിലേഷൻ, സിമെട്രിക് റിലേഷൻ ആൻഡ് ട്രാൻസിറ്റീവ് റിലേഷൻ. റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. അപ്പോൾ എന്താണ് ഒരു റിഫ്ലെക്സീവ് റിലേഷൻ, എന്താണ് ഒരു സിമെട്രിക് റിലേഷൻ, എന്താണ് ഒരു ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എക്സാമ്പിൾ ഞാൻ രണ്ട് എക്സാമ്പിൾ എഴുതിയിരിക്കുകയാണ്. ഒന്നാമത്തെ ഒരു സെറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, a= സെറ്റ് 1 2 3 4. a= സെറ്റ് 1 2 3 4. അതിൻ്റെ ഒരു റിലേഷൻ, ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ വെച്ച് റിലേഷൻ ഫോം ചെയ്തിരിക്കുകയാണ്. റോസ്റ്റർ ഫോമേ ചെയ്തിട്ടുള്ളൂ. ആ റോസ്റ്റർ ഫോം നിങ്ങൾക്ക് കാണാൻ പറ്റും. 1 2 2 2 1 1 4 4 1 3 3 3 3 2. അതുപോലെ വേറൊരു എക്സാമ്പിൾ ഞാൻ എഴുതിയിരിക്കുകയാണ്. എ എന്ന് പറയുന്ന സെറ്റ് തന്നെയാണ്. 0 1 2 3. അവിടെ ഒരു റിലേഷൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു റിലേഷൻ റിഫ്ലെക്സീവ് റിലേഷൻ ആണെങ്കിൽ എവരി എലമെൻറ്റ് ഇൻ ദി ഗിവൺ സെറ്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ്സെൽഫ്. ഒരു റിലേഷൻ ഒരു റിഫ്ലെക്സീവ് റിലേഷൻ ആവണമെങ്കിൽ എവരി എലമെൻറ്റ് ഇൻ ദി ഗിവൺ സെറ്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ്സെൽഫ്. തന്നിരിക്കുന്ന സെറ്റിൻ്റെ, ഇതാണ് ഫസ്റ്റ് എക്സാമ്പിളിൽ തന്നിരിക്കുന്ന സെറ്റ്, ആ സെറ്റിൻ്റെ പേര് എ ആണ്. എവരി എലമെൻറ്റ്, ഈ തന്നിരിക്കുന്ന സെറ്റിലെ എവരി എലമെൻറ്റ്, എല്ലാ എലമെൻറ്റ്, ഈ സെറ്റിനകത്ത് 4 എലമെൻറ്റാണുള്ളത്. 1 2 3 4. എവരി എലമെൻറ്റ് ഇൻ ദി ഗിവൺ സെറ്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ്സെൽഫ്. അത് അതിനോട് തന്നെ റിലേറ്റ് ചെയ്തിരിക്കണം. അതായത് എ എന്ന് പറയുന്ന സെറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ എലമെൻറ്റും അതിനോട് തന്നെ റിലേറ്റ് ചെയ്തിരിക്കണം. അത് R എന്ന് പറയുന്ന റിലേഷനകത്ത് ഉണ്ടായിരിക്കണം. നമുക്കിവിടെ നോക്കാം. 1 2 3 4. നമുക്കിവിടെ 1 1 ഉണ്ട്, അതേപോലെ തന്നെ 2 2 ഉണ്ട്,
അതേപോലെ തന്നെ 3 ഉണ്ട്, അതേപോലെ തന്നെ 4 ഉണ്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്ന എല്ലാ സെറ്റിലെ എലമെൻറ്റുകൾ അതിനോട് തന്നെയുള്ള റിലേഷൻ R എന്ന് പറയുന്ന ഈ സെറ്റിനകത്തുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം R ഈസ് റിഫ്ലക്സീവ്. റിഫ്ലക്സീവ് നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തന്നിരിക്കുന്ന സെറ്റിലെ എല്ലാ എലമെൻറ്റും, പ്രത്യേകം മറക്കരുത്, തന്നിരിക്കുന്ന സെറ്റിലെ എല്ലാ എലമെൻറ്റും അതിനോട് തന്നെ റിലേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. എവറി എലമെൻറ്റ് ഇൻ ദി ഗിവൺ സെറ്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ്. അതിൻ്റെ ഒരു ഇതാണ് A, എലമെൻറ്റ് ഓഫ് R. A, എലമെൻറ്റ് ഓഫ് R ആയിരിക്കണം ഫോർ എവരി A ബിലോങ്സ് ടു ക്യാപിറ്റൽ A എന്ന് പറയുന്ന സെറ്റാണെങ്കിൽ. അപ്പോൾ എവരി എലമെൻറ്റ് ഇൻ ദി ഗിവൺ സെറ്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ്. എല്ലാ എലമെൻറ്റും അതിനോട് തന്നെ റിലേറ്റ് ചെയ്തിരിക്കുകയാണ് എങ്കിൽ ആ ഒരു റിലേഷൻ റിഫ്ലക്സീവ് റിലേഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി രണ്ടാമത്തെ റിലേഷൻ സിമെട്രിക് റിലേഷൻ. സിമെട്രിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ R എന്ന് പറയുന്ന സെറ്റിനകത്ത് നിന്ന്, R എന്ന് പറയുന്ന റിലേഷനകത്ത് നിന്ന് ഒരു ജോഡി നമ്മൾ കൺസിഡർ ചെയ്യണം. ഞാൻ കൺസിഡർ ചെയ്യുന്ന ജോഡി A, B എലമെൻറ്റ് ഓഫ് R. ഞാൻ R എന്ന് പറയുന്ന സെറ്റിനകത്ത് നിന്ന് ഒരു പെയർ എടുക്കുകയാണ്. A, B എലമെൻറ്റ് ഓഫ് R. A, B എലമെൻറ്റ് ഓഫ് R ആണ് എങ്കിൽ ഇംപ്ലൈസ് B, A എലമെൻറ്റ് ഓഫ് R. B, Aയും Rനകത്തുള്ള എലമെൻ്റ് ആയിരിക്കണം. A, B എലമെൻറ്റ് ഓഫ് R which implies B, A എലമെൻറ്റ് ഓഫ് R. അങ്ങനെയാണെങ്കിൽ ആ ഒരു റിലേഷൻ സിമെട്രിക് റിലേഷൻ ആണെന്ന് പറയാൻ പറ്റും. സിമെട്രിക് റിലേഷൻ നോക്കുമ്പോൾ നമ്മൾ ഈ സെറ്റ് എടുക്കേണ്ട, ഈ സെറ്റ് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മളെ കയ്യിൽ R ഉണ്ടെങ്കിൽ Rനകത്ത് പോയാൽ മതി. A, B എന്ന് പറയുന്ന ഒരു പെയർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് എങ്കിൽ തിരിച്ചുള്ള B, Aയും അതിനകത്തുണ്ടായിരിക്കണം. അങ്ങനെയാണ് എങ്കിൽ ആ റിലേഷനെ നമുക്ക് സിമെട്രിക് റിലേഷൻ എന്ന് പറയാൻ പറ്റും. നമുക്ക് ആ എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഈ എക്സാമ്പിളിനകത്ത് ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഇത് റിഫ്ലക്സീവ് ആണ്. തൊട്ട് താഴെയുള്ള ഈ എക്സാമ്പിൾ റിഫ്ലക്സീവ് ആണ്. നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. 0 അതിനകത്തുണ്ട്, 1 ഇതിനകത്തുണ്ട്, 2 അതും അതിനകത്തുണ്ട്, 3 ഇവിടെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ രണ്ട് എക്സാമ്പിളും റിഫ്ലക്സീവ് റിലേഷന് എക്സാമ്പിളാണ്. അടുത്ത സിമെട്രിക്ക് നമുക്ക് നോക്കാം. സിമെട്രിക്ക് ആകുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു ജോഡി, ഒരു പെയർ നമ്മൾ എടുക്കണമെന്ന് പറഞ്ഞു. ഒരു പെയർ ഞാൻ എടുക്കുകയാണ്. 1, 2 എടുത്തു. 1, 2 എടുത്താൽ ഇതിൻ്റെ തിരിച്ചുള്ള 2, 1 ഇതിനകത്ത് ഉണ്ടായിരിക്കണം. പക്ഷേ ഇവിടെ 1, 2 ഉണ്ട്, തിരിച്ചുള്ള 2, 1 ഇതിനകത്തില്ല. അപ്പോൾ ഇത് 1, 2 ഇവിടെ ഉണ്ട്, തിരിച്ചുള്ള 2, 1 ഇല്ലാത്തതുകൊണ്ട് ഈ റിലേഷൻ സിമെട്രിക് റിലേഷൻ അല്ല. രണ്ടാമത്തെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. രണ്ടാമത്തെ എക്സാമ്പിളിൽ ഒരു പെയർ 1, 0. ഈ 1, 0 ഇവിടെ ഉണ്ട്, നമുക്ക് തന്നെ കാണാൻ പറ്റും. തിരിച്ചുള്ള 0, 1 ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത് 0, 1 കൺസിഡർ ചെയ്താൽ തിരിച്ചുള്ളത് 1, 0 അതിനകത്തുണ്ട്. വേറൊരു ജോഡി നമുക്ക് നോക്കാം. 0, 3 ഇതിനകത്തുണ്ട്. അതേപോലെ തന്നെ 3, 0 ഇവിടെയുണ്ട്. അപ്പോൾ വേറെ നമുക്ക് ഇപ്പോൾ 0, തിരിച്ചു പറഞ്ഞാൽ 0, 0 തന്നെയാണ്. ഇതായി 1, 0 എടുത്ത് അതിന് തിരിച്ചുള്ള 0, 1 എടുത്തു, അതിന് തിരിച്ചുള്ള 1, 0 ഇവിടെ ഉണ്ട്. 0, 3 അതിന് തിരിച്ചുള്ള 3, 0 ഇവിടെ ഉണ്ട്. ബാക്കിയെല്ലാം തിരിച്ചെടുത്താലും അത് തന്നെയാണ്. ഇവിടെ അങ്ങനെയല്ല. 1, 2 ഇവിടെ ഉണ്ട്, പക്ഷെ തിരിച്ചുള്ള 2, 1 ഇല്ല. അതുകൊണ്ട് ഈ റിലേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വേറെ എക്സാമ്പിൾ നോക്കും. 1, 3 ഉണ്ട്, തിരിച്ചുള്ള 3, 1 ഇല്ല. 3, 2 ഉണ്ട്, തിരിച്ചുള്ള 2, 3 അതിനകത്തില്ല. അപ്പം ഈ റിലേഷൻ ഒരിക്കലും സിമെട്രിക് ആവത്തില്ല. ഒരു എക്സാമ്പിൾ മാത്രം നോക്കിയാൽ മതി. പക്ഷേ ഇവിടെ നമുക്ക് സിമെട്രിക് ആവും. അപ്പോൾ ഈ റിലേഷൻ എന്ന് പറയുന്നത്, ഈ റിലേഷൻ രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് സിമെട്രിക്കുമാണ്, റിഫ്ലക്സീവുമാണ്. ഒന്നാമത്തെ എക്സാമ്പിൾ റിഫ്ലക്സീവ് മാത്രമാണ്, സിമെട്രിക് അല്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർക്കുക. അടുത്ത മൂന്നാമത്തെ റിലേഷനോട്ട് പോകാം. മൂന്നാമത്തെ റിലേഷൻ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് റിലേഷൻ. ട്രാൻസിറ്റീവ് റിലേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ട്രാൻസിറ്റീവ് റിലേഷൻ നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ Rനകത്തുനിന്ന് 2 ഓർഡേഡ് പെയർ നമ്മൾ എടുക്കണം. 2 ഓർഡേഡ് പെയർ. ആ എടുക്കുന്ന ഓർഡേഡ് പെയർ ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് A, B എലമെൻറ്റ് ഓഫ് R. A, B Rനകത്തുള്ള എലമെൻ്റ് ആണ്. അതേപോലെ B, C എലമെൻറ്റ് ഓഫ് R.
ഇവിടെ എ കോമ ബിയിലാണ് അവസാനിച്ചത്, അടുത്തത് നമ്മൾ ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു നമ്പർ ആയിരിക്കണം. ബി കോമ സി എലമെൻറ്റ് ഓഫ് ആർ വിച്ച് ഇംപ്ലൈസ്, ഇങ്ങനെ രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ എ കോമ സി എലമെൻറ്റ് ഓഫ് ആർ. എ കോമ സി എന്ന് പറയുന്നത് ആറിനകത്തുള്ള എലമെൻ്റ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ റിലേഷൻ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയാൻ പറ്റും. 3 പ്രധാനപ്പെട്ട ടൈപ്സ് ഓഫ് റിലേഷനാണ്: റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. അപ്പോൾ ട്രാൻസിറ്റീവ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എ കോമ ബി എലമെൻറ്റ് ഓഫ് ആർ രണ്ടെണ്ണം നമുക്ക് എടുക്കാൻ പറ്റണം. രണ്ടെണ്ണം എടുക്കാൻ പറ്റിയിട്ട് മൂന്നാമത്തെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. മൂന്നാമത്തെ ഉണ്ടെങ്കിൽ ട്രാൻസിറ്റീവാണ്, മൂന്നാമത്തെ ഇല്ല എങ്കിൽ ട്രാൻസിറ്റീവ് അല്ല. എടുക്കാൻ പറ്റിയില്ല, രണ്ടെണ്ണം എടുക്കാൻ പറ്റിയില്ല എങ്കിൽ അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് എലമെൻറ്റ് ആറിൽ നിന്ന് എടുക്കാൻ പറ്റണം. എങ്കിൽ മാത്രമേ മൂന്നാമത്തെ ഉണ്ടോ എന്ന് അവിടെ ചെക്ക് ചെയ്യാൻ പറ്റൂ. മൂന്നാമത്തെ ഉണ്ടെങ്കിൽ ട്രാൻസിറ്റീവ് ആണ്, മൂന്നാമത്തെ ഇല്ല എങ്കിൽ ട്രാൻസിറ്റീവ് അല്ല. പക്ഷേ നമുക്ക് ചില അവസരങ്ങളിൽ രണ്ടെണ്ണം എടുക്കാൻ പറ്റില്ല. രണ്ടെണ്ണം നമുക്ക് എടുക്കാൻ പറ്റില്ല. രണ്ടെണ്ണം എടുത്താൽ മാത്രമേ മൂന്നാമത്തെ ചെക്ക് ചെയ്യാൻ പറ്റൂ. രണ്ടെണ്ണം എടുക്കാൻ പറ്റിയില്ല എങ്കിൽ ട്രാൻസിറ്റീവിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ട്രാൻസിറ്റീവ് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പറ്റാതെ നമുക്ക് പറയാൻ പറ്റത്തില്ല ട്രാൻസിറ്റീവ് ആണോ അല്ലയോ എന്ന്. അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യും ദി ആർ ഈസ് ട്രാൻസിറ്റീവ്. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നമുക്ക് എ കോമ ബിയും ബി കോമ സിയും നമ്മൾ എടുക്കുന്നു. എ കോമ ബിയും ബി കോമ സിയും എടുത്തിട്ട് എ കോമ സി ചെക്ക്. നമുക്ക് ഈ എക്സാമ്പിളിലോട്ട് പോവാം. ഈ എക്സാമ്പിളിൽ ഞാൻ രണ്ട് എലമെൻറ്റ്, അതേപോലത്തെ രണ്ട് എലമെൻറ്റ് നമുക്ക് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. 1,2 നമുക്ക് എടുത്താൽ പിന്നെ 2ൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് മാത്രമേ ഉള്ളൂ. 1,2 പിന്നെ 2ൽ സ്റ്റാർട്ട് ചെയ്യണം. 2,2 പിന്നെ അത് അതിൻ്റെ കോമൺ എലമെൻറ്റ് പറഞ്ഞാൽ 1,2 അതിന് ഇവിടെ തന്നെ വരും. അപ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള നമുക്ക് നോക്കാം. ഡിഫറൻ്റ് ആയിട്ടുള്ള നോക്കുന്ന ഒരു എക്സാമ്പിൾ ഇതാ. ഇവിടെ ഫസ്റ്റ് എലമെൻറ്റ് ഞാൻ എടുക്കുന്നത് 1,3. 1,3 ഞാൻ കൺസിഡർ ചെയ്തു. അപ്പോൾ 3ൽ തുടങ്ങുന്ന 3,2 കൺസിഡർ ചെയ്തു. 1,2ഉം 3,2. അപ്പോൾ 3 ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് വരുന്ന 1,2. 1,3യും 3,2 നമ്മൾ കൺസിഡർ ചെയ്തു. ഇപ്പോൾ മൂന്നാമത്തെ വരേണ്ടത് 1,2 ഇതാ ഇവിടെ ഉണ്ട്. ബാക്കി ഏതെടുത്താലും പിന്നെ അതിനെ റിപ്പീറ്റ് ചെയ്ത് വരും. ഇതാണ് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. വേറെ ഏതെടുത്താലും ട്രാൻസിറ്റിൻ്റെ കണ്ടീഷൻ നമുക്ക് കറക്റ്റായിട്ട് വരുന്നത് നോക്കുക. 1,1 1,1ഉം 1,3യും എടുത്താലും നമുക്ക് പിന്നെ വരുന്നത് 1,3 തന്നെയാണ്. എടുത്ത് തന്നെ വരും. ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ആൻസർ വരുന്നത് ഇത് മാത്രമേ ഉള്ളൂ. വേറെ നമുക്ക് അല്ല എന്ന് തെളിയിക്കാനുള്ള ഒരു എക്സാമ്പിൾ നമുക്കിതിനകത്ത് ഇല്ല. ട്രാൻസിറ്റീവ്. അപ്പോൾ ഈ റിലേഷൻ ട്രാൻസിറ്റീവ് ആണ്. ഈ റിലേഷൻ ട്രാൻസിറ്റീവ് ആണ്, സിമെട്രിക് അല്ല, റിഫ്ലെക്സീവും ആണ്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത്, രണ്ടാമത്തെ എക്സാമ്പിളിൽ നിന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തെ എക്സാമ്പിളിൽ നിന്ന് 0,1ഉം 1ൽ തുടങ്ങുന്ന ഇതുണ്ടെങ്കിൽ 0,1 തന്നെ കിട്ടും. അപ്പോൾ അത് ട്രാൻസിറ്റീവ് ആണ്. ട്രാൻസിറ്റീവ് അല്ലാത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നോക്കാം. 1,0 എലമെൻറ്റ് ഓഫ് ആർ. അതേപോലെ തന്നെ 0ൽ തുടങ്ങുന്ന വേറൊരെണ്ണമുണ്ട് 0,3 എലമെൻറ്റ് ഓഫ് ആർ. ഈ രണ്ടെണ്ണം, ഈ രണ്ട് എലമെൻറ്റുകളാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ ഫസ്റ്റ് എടുത്ത എലമെൻ്റ് എന്ന് പറയുന്നത്, നമുക്ക് ഏത് എലമെൻറ്റ് വേണോ കൺസിഡർ ചെയ്യാം. നമുക്ക് ഏത് എലമെൻറ്റ് വേണോ കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് എടുത്ത എലമെൻ്റ് എന്ന് പറയുന്നത് 1,0. ഇവിടെ എഴുതി 1,0. രണ്ടാമെടുത്ത എലമെൻ്റ് എന്ന് പറയുന്നത് 0,3. 0ൽ തുടങ്ങുന്ന 0,3. അപ്പോൾ നമുക്ക് വരേണ്ട എലമെൻറ്റ് 1,3 ആണ്. 1,3 എന്ന് പറയുന്നത് ഇതിനകത്തില്ല. 1,3 എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഇതിനകത്തില്ല. അതുകൊണ്ട് ഈ ഒരു എക്സാമ്പിൾ ട്രാൻസിറ്റീവ് അല്ല. അപ്പോൾ ഈ 3 കണ്ടീഷൻസ്, 3 റിലേഷൻ, റിഫ്ലെക്സീവ് റിലേഷൻ, സിമെട്രിക് റിലേഷൻ, ട്രാൻസിറ്റീവ് റിലേഷൻ, ഇതെന്താണെന്ന് വളരെ കൃത്യമായിട്ട് ഓർത്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ഫസ്റ്റ് സെക്ഷനിലെ പ്രോബ്ലങ്ങളെല്ലാം ചെയ്യാൻ പറ്റൂ. അപ്പോൾ റിഫ്ലെക്സീവ് ആവണമെങ്കിൽ എവരി എലമെൻറ്റ് ഇൻ ദി ഗിവൺ സെറ്റ്, ഒരു റിലേഷൻ ഫോം ചെയ്യണമെങ്കിൽ നമുക്കൊരു സെറ്റ് വേണം. ആ സെറ്റിലെ എല്ലാ എലമെൻറ്റും അതിനോട് തന്നെ റിലേറ്റ് ചെയ്തിരിക്കണം. എവരി എലമെൻറ്റ് ഇൻ ദി ഗിവൺ സെറ്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ്. രണ്ടാമത്തത് നമുക്ക് നോക്കേണ്ടത് സിമെട്രിക് ആണെങ്കിൽ എ കോമ ബി ഒരെണ്ണം നമ്മൾ കൺസിഡർ ചെയ്യണം. എ കോമ ബി എലമെൻറ്റ് ഓഫ് ആർ. എ കോമ ബി ഉണ്ട് എങ്കിൽ ബി കോമ എയും അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് എങ്കിൽ അത് സിമെട്രിക് ആയിരിക്കും. ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യാൻ വേണ്ടി 2 എലമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. 2 എലമെൻറ്റ് കൺസിഡർ ചെയ്തിട്ടേ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. 2 എലമെൻറ്റ് കൺസിഡർ ചെയ്യണം. എ കോമ ബിയും ബി കോമ സിയും. എ കോമ ബിയും
ബി കോമ സി ഉണ്ട് എങ്കിൽ എ കോമ സി എലമെൻറ്റ് ഓഫ് ആർ അതും അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ട്രാൻസിറ്റീവ് ആയിരിക്കണം. 2 എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് എക്സാമ്പിളും സെക്കൻഡ് എക്സാമ്പിളും രണ്ടും റിഫ്ലക്സീവ് ആണ്. ഇനി ഈ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് സിമെട്രിക് ആണ്. ഫസ്റ്റ് എക്സാമ്പിൾ സിമെട്രിക് ആവുന്നതിൻ്റെ കണ്ടീഷൻ ഫസ്റ്റ് എക്സാമ്പിൾ സിമെട്രിക് അല്ല, ഇത് സിമെട്രിക് അല്ല. ഈ എക്സാമ്പിൾ സിമെട്രിക് അല്ല, ഈ എക്സാമ്പിൾ റിഫ്ലക്സീവും ട്രാൻസിറ്റീവുമാണ്. അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞു. ഈ എക്സാമ്പിൾ റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് അല്ല. ഈ എക്സാമ്പിൾ റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് അല്ല. ഒന്നുകൂടെ പറയാം. ഈ എക്സാമ്പിൾ എന്ന് പറയുന്നത് റിഫ്ലക്സീവ് ആണ്, അതേപോലെ തന്നെ ട്രാൻസിറ്റീവും ആണ്. ഈ എക്സാമ്പിൾ റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ ഈ എക്സാമ്പിൾ ഉപയോഗിച്ച് നിങ്ങൾക്കിത് പറയാൻ പറ്റും. 3 റിലേഷൻ: റിഫ്ലക്സീവ് റിലേഷൻ, സിമെട്രിക് റിലേഷൻ, ട്രാൻസിറ്റീവ് റിലേഷൻ. ഈ 3 റിലേഷനും ചേർന്ന് വരുന്നത്, ഈ 3 റിലേഷൻ ചേർന്ന് വരുന്ന എക്സാമ്പിൾ നമ്മൾ എഴുതിയിട്ടില്ല. ഒരു റിലേഷൻ റിഫ്ലക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആണ് എങ്കിൽ നമ്മൾ ആ റിലേഷൻ പറയുന്ന പേരാണ് ഇറ്റ് ഈസ് ആൻ ഇക്വാലൻസ് റിലേഷൻ. എ റിലേഷൻ ഈസ് സെഡ് ടു ബി ആൻ ഇക്വാലൻസ് റിലേഷൻ ഇഫ് ഇറ്റ് ഈസ് റിഫ്ലക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. 3 കണ്ടീഷനും ശരിയായിട്ട് വരികയാണ് എങ്കിൽ ആ റിലേഷൻ എന്ന് പറയുന്നത് ഇക്വാലൻസ് റിലേഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ 2 എക്സാമ്പിളിൽ നമുക്ക് ഇക്വാലൻസ് റിലേഷൻ എന്ന് പറയാൻ പറ്റും. നമുക്ക് ഈ 2 എക്സാമ്പിൾ നമ്മൾ പരിഗണിക്കുകയാണ് എങ്കിൽ ഈ 2 എക്സാമ്പിളിൽ ഈ റിലേഷൻ, ഫസ്റ്റ് റിലേഷൻ എന്ന് പറയുന്നത് റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് ആണ്. ഈ എക്സാമ്പിൾ നമ്മൾ പരിശോധിക്കുകയാണ് എങ്കിൽ ഈ റിലേഷൻ എന്ന് പറയുന്നത് റിഫ്ലക്സീവ് ആണ്, പക്ഷേ സിമെട്രിക്കുമാണ്, പക്ഷേ ഇതെന്തല്ല, ട്രാൻസിറ്റീവ് അല്ല. അപ്പോൾ ഇത് രണ്ടും ഇക്വാലൻസ് റിലേഷന് എക്സാമ്പിൾ അല്ല. അപ്പോൾ ഇനി നമുക്ക് വേറെ കുറച്ച് പ്രോബ്ലങ്ങൾ നമുക്ക് നോക്കാം. വേറെ ഇതിൻ്റെ പ്രോബ്ലം സെക്ഷനായിട്ട് നമുക്ക് കൂടുതൽ പ്രോബ്ലങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് കണ്ടീഷൻ വെച്ചുള്ള കുറച്ച് എക്സാമ്പിൾ പ്രോബ്ലംസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മളെ ടെസ്റ്റിനകത്തുള്ളൊരു പ്രോബ്ലമാണ്. ഒരു റിലേഷൻ ആർ ഇൻ ദി സെറ്റ് എ എന്ന് പറയുന്ന സെറ്റ് പറഞ്ഞിട്ടുണ്ട്. ആർ ഇൻ ദി സെറ്റ് എ ഈക്വൽ ടു 1 2 3 4 അപ് ടു എക്സെട്ര 14. ആർ എന്ന് പറയുന്ന ഒരു റിലേഷൻ പറഞ്ഞിട്ടുണ്ട്. ആർ ഈസ് ഈക്വൽ ടു എക്സ് കോമ വൈ സച്ച് ദാറ്റ് 3x മൈനസ് വൈ ഈക്വൽ ടു 0. ഇത് നമ്മൾ +1 ചെയ്ത ഒരു പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ ഈ റിലേഷൻ എന്ന് പറയുന്നത് റിഫ്ലക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു കുഞ്ഞു സെറ്റ് ആയതുകൊണ്ടും റിലേഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൊണ്ടും നമുക്കിതിൻ്റെ റോസ്റ്റർ ഫോം എഴുതാൻ പറ്റും. സെറ്റ് ബിൽഡർ ഫോം തന്നിട്ടുണ്ട്, നമുക്കിതിൻ്റെ റോസ്റ്റർ ഫോം എഴുതി നോക്കാം. റോസ്റ്റർ ഫോം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് അതിൻ്റെ ഇക്വേഷൻ ഒന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ y ഈക്വൽ ടു 3x എന്നാണ്. നമ്മൾ +1 ചെയ്ത പ്രോബ്ലമാണ്. ഈ ഇക്വേഷൻ ഇങ്ങനെ എടുത്ത് മാറ്റി എഴുതിയിട്ട് y ഈക്വൽ ടു 3x എന്ന് എഴുതാം. അപ്പോൾ എക്സിന് ഇവിടെ കൊടുക്കുമ്പോൾ എക്സിൻ്റെ 3 മടങ്ങ് ആണ് y ആയിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതേണ്ട ജോഡികൾ, പെയറുകൾ എന്ന് പറയുന്നത് 1 എടുക്കുകയാണ് എങ്കിൽ 1,3, അടുത്തതെന്ന് പറയുന്നത് 2 എടുക്കുകയാണെങ്കിൽ 2,6, നെക്സ്റ്റ് 3,9, നെക്സ്റ്റ് 4,12. ഈ 4 5 എടുക്കുകയാണെങ്കിൽ 15 എക്കകത്ത് ഇല്ലാത്തതുകൊണ്ട് ഈ 4 ജോഡികൾ മാത്രമേ ആറിനകത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു 1,3, 2,6, 3,9, 4,12. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇത് റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവിൻ്റെ കണ്ടീഷനെല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് റിഫ്ലക്സീവ് നോക്കാം. റിഫ്ലക്സീവ് ഞാൻ പറഞ്ഞായിരുന്നു, എവരി എലമെൻറ്റ് ഇൻ ദി ഗിവൺ സെറ്റ്. ഇവിടെ ഗിവൺ സെറ്റ് ക്യാപിറ്റൽ എ ആണ്. ക്യാപിറ്റലുള്ള എല്ലാ എലമെൻറ്റും 1 തൊട്ട് 14 വരെയുള്ള ഈസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ്. എവരി എലമെൻറ്റ് ഇൻ ദി ഗിവൺ സെറ്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ആറിനകത്ത് നോക്കുമ്പോൾ അവിടെ 1 1 ഇല്ല, 2 2 ഇല്ല, 3 3 ഇല്ല, 4 4, അങ്ങനെ ഒരു എലമെൻറ്റ് പോലും ഇല്ല, ഒരെലമെൻറ്റ് പോലും ഇല്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ റിഫ്ലക്സിൻ്റെ കണ്ടീഷൻ വേണമെങ്കിൽ ഇത് ഇങ്ങനെ എഴുതാം. ലെറ്റ് 1 എന്ന് പറയുന്ന നമ്പർ എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എലമെൻ്റ് ആണ്. ബട്ട് 1,1 നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ആർ. 1,1 എന്ന് പറയുന്നത് എവിടെ ഇല്ല, ആറിനകത്തില്ല, റിലേഷൻ അറിയാത്തില്ല. ദെയർഫോർ ആർ ഈസ് കൗണ്ടർ എക്സാമ്പിൾ ഉപയോഗിച്ചാൽ മതി. അല്ലാതെ തെളിയിക്കാൻ വേണ്ടി എക്സാമ്പിൾ ഉപയോഗിക്കുകയാണ്. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ
റിഫ്ലക്സീവ് അല്ല, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു എക്സാമ്പിൾ നമ്മൾ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ 1 എന്ന് പറയുന്ന എയിലെ എലമെൻ്റ് ആണ്, പക്ഷേ 1,1 എന്ന് പറയുന്ന ആറിനകത്തില്ല. അതുകൊണ്ട് ആർ ഈസ് നോട്ട് റിഫ്ലക്സീവ്. നമുക്കിവിടെ എഴുതി വയ്ക്കാം ആർ ഈസ് നോട്ട് റിഫ്ലക്സീവ്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് ഒന്ന് ജനറലായിട്ട് എഴുതുകയാണ് എങ്കിൽ ഇങ്ങനെ എഴുതി വെച്ചാലും മതി. എവരി എലമെന്റ് ഇൻ ദി ഗിവൺ സെറ്റ് ക്യാപിറ്റൽ എ ഈസ് നോട്ട് റിലേറ്റഡ് ടു ഇറ്റ്സെൽഫ്. എവരി എലമെന്റ് ഇൻ ദി ഗിവൺ സെറ്റ് ക്യാപിറ്റൽ എ ആണ് ഗിവൺ സെറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ്. റിലേറ്റ് ചെയ്യുന്നില്ല, പരസ്പരം റിലേറ്റ് ചെയ്യുന്നില്ല. ദെയർഫോർ നമുക്ക് അവിടെ എഴുതി വയ്ക്കാം ആർ ഈസ് നോട്ട് റിഫ്ലക്സീവ്. ആർ ഈസ് നോട്ട് റിഫ്ലക്സീവ് എന്ന് എഴുതി നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഇതാണ് റിഫ്ലക്സീവിൻ്റെ ആദ്യം പറഞ്ഞ പോലെ ഒരു എക്സാമ്പിൾ ഉപയോഗിച്ച് നിങ്ങൾ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ ജനറലായിട്ട് എഴുതിയാലും മതി. അപ്പോൾ ഇതാണ് റിഫ്ലക്സീവിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തത് സിമെട്രിക് ഒന്ന് ചെക്ക് ചെയ്യാം. സിമെട്രിക് ചെക്ക് ചെയ്യുമ്പോൾ നോക്കുക, സിമെട്രിക്ക് നമുക്ക് ഇവിടെ നോക്കാം. സിമെട്രിക്ക് നമുക്ക് ഏതെങ്കിലും ഒരു ജോഡി എടുക്കാനാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ ഞാനൊരു വെറുതെ ഒരു എക്സാമ്പിൾ ലെറ്റ് 1,3 എലമെന്റ് ഓഫ് ആർ. 1,3 എലമെന്റ് ഓഫ് ആർ. 1,3 എന്ന് പറയുന്നത് ആറിനകത്തുള്ള എലമെന്റ് ആണ്, പക്ഷെ തിരിച്ചുള്ള ബട്ട് 3,1 നോട്ട് ആൻ എലമെന്റ് ഓഫ് ആർ. 3,1 എന്ന് പറയുന്നത് ആറിനകത്തുള്ള എലമെന്റ് അല്ല. അതുകൊണ്ട് നമുക്ക് അവിടെ കൺക്ലൂഡ് ചെയ്യാം therefore R is not symmetric. R is not symmetric. ഇതേപോലെ ട്രാൻസിറ്റിൻ്റെ കണ്ടീഷൻ പറയുമ്പോൾ 2 പെയർ എടുക്കണമെന്ന് പറഞ്ഞു, 2 എലമെൻറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. 2 എലമെൻറ്റ് നമുക്കിവിടെ എടുക്കാൻ പറ്റുന്ന 2 എലമെൻറ്റ് ഉണ്ടോ എന്ന് നോക്കാം. 2 എലമെൻറ്റ് നോക്കുക. 1,3 നമുക്കിവിടെ എടുത്താൽ അടുത്ത 3ൽ സ്റ്റാർട്ട് ചെയ്യുന്നൊരു പെയറുണ്ട്. 2,6 എടുത്താൽ 6 സ്റ്റാർട്ടുന്ന പെയറില്ല. അപ്പോൾ നമുക്ക് 2 എണ്ണം എടുക്കാൻ പറ്റും. 2 എണ്ണം ഇവിടെ എടുക്കാൻ പറ്റും. ഏതൊക്കെ എടുക്കാം? നമുക്ക് 2 പെയർ എടുക്കാം. ലെറ്റ് 1,3 എലമെന്റ് ഓഫ് ആർ ആൻഡ് 3,9 എലമെന്റ് ഓഫ് ആർ. 1,3യും 3,9 എടുത്തു. 1,3യും 3,9 എടുക്കുകയാണെങ്കിൽ നമുക്ക് വരേണ്ടത് 1,9 ആണ്. പക്ഷേ 1,9 നോട്ട് ആൻ എലമെന്റ് ഓഫ് ആർ. 1,9 എന്ന് പറയുന്ന ആറിനകത്തുള്ള എലമെന്റ് അല്ല. അതുകൊണ്ട് ഇതെന്ന് പറയുന്നത് റിഫ്ലക്സീവോ അല്ല, സിമെട്രിക്കോ അല്ല, ട്രാൻസിറ്റീവോ അല്ല. ഈ ഒരു എക്സാമ്പിൾ നമ്മൾ എക്സസൈസ് പ്രോബ്ലത്തിലെ ഫസ്റ്റ് പ്രോബ്ലം ആണ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ റോസ്റ്റർ ഫോമിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറ്റും. എല്ലാ പ്രോബ്ലം നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറ്റത്തില്ല. ചില പ്രോബ്ലങ്ങൾക്ക് റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറ്റും. റോസ്റ്റർ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അത് നോക്കി ചെക്ക് ചെയ്യാം. റോസ്റ്റർ ഫോം ഉണ്ടെങ്കിൽ അത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എലമെൻറ്റുകൾ നോട്ട് റിഫ്ലക്സീവ്, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും ഇതെന്ന് പറയുന്നത് റിഫ്ലക്സീവ് അല്ല, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. അവിടെയും സെറ്റ് ക്യാപിറ്റൽ എ സെറ്റ് 1, 2, 3, 4, 5, 6 റിലേഷൻ പറഞ്ഞിട്ടുണ്ട്. റിലേഷൻ R ഈസ് ഈക്വൽ ടു set order pair x comma y such that y is divisible by x. y is divisible by x. രണ്ടാമത് എഴുതുന്ന y കൊണ്ട് x നെ ഡിവൈഡ് ചെയ്യാൻ പറ്റണം. y is divisible by x ആണ് നമുക്ക് അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ വേണമെങ്കിൽ നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറ്റും. റോസ്റ്റർ ഫോമിൽ എഴുതിയിട്ട് നമുക്ക് ഇതിൻ്റെ റിഫ്ലക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ റോസ്റ്റർ ഫോം ഒന്ന് നോക്കാം. ഇതിൻ്റെ റോസ്റ്റർ ഫോം നിങ്ങൾ ഈ പ്രോബ്ലം നിങ്ങൾ പഠിച്ച പ്രോബ്ലം തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത് റോസ്റ്റർ ഫോം R ഈസ് ഈക്വൽ ടു
സെറ്റ് 1 1 1 2 1 3 1 4 1 5 1 6 2 2 2 4 2 6 3 3 3 6 4 4 5 5 6 6. നമുക്ക് വളരെ പെട്ടെന്ന് റോസ്റ്റർ ഫോം എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് റോസ്റ്റർ ഫോം നമ്മൾ എഴുതി. റോസ്റ്റർ ഫോം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യാം ഇത് റിഫ്ലക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ആ റിഫ്ലക്സീവിൻ്റെ കണ്ടീഷൻ നമുക്കൊന്ന് നോക്കാം. റിഫ്ലക്സീവ് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. റിഫ്ലക്സീവ് എവരി എലമെൻറ്റ് ഇൻ ദി ഗിവൺ സെറ്റ് ഈസ് റിലേറ്റഡ് ഇറ്റ് സെൽഫ്. ഇവിടെ തന്നിരിക്കുന്ന സെറ്റ് എന്ന് പറയുന്നത് 1 2 3 4 5 6. അങ്ങനെ എല്ലാ എലമെൻറ്റും അതിനോട് തന്നെ റിലേറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ എന്ന് നോക്കാം. നമുക്ക് ഈ 6 എന്ന് പറയുന്ന അടുത്ത് 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്, 4 4 ഉണ്ട്, 5 5 ഉണ്ട്, 6 6 ഉണ്ട്. അപ്പോൾ 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്, 4 4 ഉണ്ട്, 5 5 ഉണ്ട്, 6 6 ഉണ്ട്. അപ്പോൾ എല്ലാ എലമെൻറ്റും അതിനോട് തന്നെയുള്ള റിലേഷൻ ആറിനകത്ത് ഉള്ളത് കൊണ്ട് ആർ ഈസ് റിഫ്ലക്സീവ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ എഴുതാൻ വേണ്ടി നമുക്കൊരു സെൻറ്റൻസ് മാത്രം ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. എവരി എലമെൻറ്റ് ഇൻ ദി ഗിവൺ സെറ്റ് ക്യാപിറ്റൽ എ ഈസ് റിലേറ്റഡ് ടു ഇറ്റ്സെൽഫ്. ഇതേപോലെ നമുക്ക് എഴുതാൻ പറ്റും. അടുത്ത നമുക്ക് സിമെട്രിക് ഒന്ന് നോക്കാം. സിമെട്രിക്ക് എൻ്റെ കണ്ടീഷൻ ഞാൻ പറഞ്ഞായിരുന്നു. സിമെട്രിക് ആവണമെങ്കിൽ എന്താണ്, നമുക്ക് സിമെട്രിക്കിൻ്റെ ആ ഒരു ജോഡി സിമെട്രിക്ക് നോക്കാം. ഒരെണ്ണം എടുക്കണം, തിരിച്ചുള്ള ഉണ്ടോ നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ വളരെ പെട്ടെന്ന് തന്നെ നോക്കാം. 1,2 നമുക്കിവിടെ എടുക്കാം. 1,2 എടുത്താൽ പക്ഷേ തിരിച്ചുള്ള 2,1 ഇതിനകത്ത് ഒരിടത്ത് നമുക്ക് കാണാൻ പറ്റത്തില്ല. വേറൊരു എക്സാമ്പിൾ 1,3 എടുത്താലും തിരിച്ചുള്ളതില്ല. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യാം. ലെറ്റ് 1,2 എലമെൻറ്റ് ഓഫ് ആർ, 1,2 എലമെൻറ്റ് ഓഫ് ആർ ബട്ട് 2,1 നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ആർ. അപ്പോൾ ഇവിടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, റിഫ്ലക്സിന് കൺക്ലൂഡ് ചെയ്യാം. അതേപോലെ ഇവിടെയും കൺക്ലൂഡ് ചെയ്യാം. ആർ ഈസ് നോട്ട് സിമെട്രിക്. ഇവിടെ സിമെട്രിക് അല്ല, ഇവിടെ റിഫ്ലക്സീവ് ആണ് എന്ന് കൺക്ലൂഡ് ചെയ്യാം. therefore ആർ ഈസ് റിഫ്ലക്സീവ്. ഇവിടെ എന്തെഴുതാം? ഇറ്റ് ഈസ് നോട്ട്, ആർ ഈസ് നോട്ട് സിമെട്രിക്. ഇനി ട്രാൻസിറ്റീവിൻ്റെ കണ്ടീഷൻ നോക്കാം. ട്രാൻസിറ്റീവ് ആണോ അല്ലയോ നോക്കാം. നമ്മൾ റോസ്റ്റർ ഫോം ഉള്ളതുകൊണ്ട് നമ്മൾ ട്രാൻസിറ്റീവിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാൻ പറ്റും. നമുക്ക് ഒരുപാട് 2-3 എക്സാമ്പിൾ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. ട്രാൻസിറ്റീവ് നമുക്ക് ഒരുപാട് എക്സാമ്പിൾ നമുക്ക് ഇതിൽ നിന്ന് പറയാൻ പറ്റും. നമുക്ക് ട്രാൻസിറ്റീവ് ആണ് റോസ്റ്റർ ഫോമിൻ്റെ എല്ലാ എക്സാമ്പിളും നമ്മൾ എഴുതണം. എല്ലാ എക്സാമ്പിളും എഴുതിയിട്ട് നമ്മൾ ട്രാൻസിറ്റീവ് ആണ് കൺക്ലൂഡ് ചെയ്യേണ്ടി വരും, ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് നോക്കാം. 1,2 നമ്മളെ കയ്യിലുണ്ട്. 1,2 അപ്പോൾ 2,4 അപ്പോൾ 1,4. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ ലെറ്റ് 1,2 എലമെൻറ്റ് ഓഫ് ആർ ആൻഡ് 2,4 element of R, which implies 1,4 element of R. അതുപോലെ വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 1,2 തന്നെ തുടങ്ങാം. 1,2 element of R and 2,6 element of R, which implies 1,6 element of R. അപ്പോൾ 2 എക്സാമ്പിൾ ഉണ്ട്. വേറൊരു എക്സാമ്പിൾ നമ്മൾ നോക്കിയാൽ നമുക്ക് 1,3 എലമെൻറ്റ് ഓഫ് ആർ ആൻഡ് 3,6 എലമെൻറ്റ് ഓഫ് ആർ, വിച്ച് ഇംപ്ലൈസ് 1,6 എലമെൻറ്റ് ഓഫ് ആർ. ഇതെല്ലാം ഡിഫറൻ്റ് ആയിട്ടുള്ള ജോഡികളാണ്. ഒരേപോലുള്ളത് നമ്മൾ എഴുതുന്നില്ല, ഡിഫറൻ്റ് ആയിട്ടുള്ള. ഇനി നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇനി നമുക്ക് മൂന്നാമതൊരു എക്സാമ്പിൾ അല്ലാന്ന് തെളിച്ചാൽ ട്രാൻസിറ്റീവ് അല്ല. പക്ഷേ ഇനി നമുക്ക് ട്രാൻസിറ്റീവ് അല്ല എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ പറയും ആർ ഈസ് ട്രാൻസിറ്റീവ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ
റിഫ്ലെക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്, പക്ഷേ എന്തല്ല, സിമെട്രിക്ക് അല്ല. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ. നമുക്ക് വേറൊരു എക്സാമ്പിൾ നമുക്ക് ഒന്ന് പരിഗണിക്കാം. ആർ ഇസ് എ എന്ന് പറയുന്ന സെറ്റ് എ ഈക്വൽ ടു 1 2 3 4 5 6. എ എന്ന് പറയുന്നത് 6 1 2 3 4 5 6. അവിടെ ആർ ഈക്വൽ ടു എ കോമ ബി സച്ച് ദാറ്റ് ബി ഈക്വൽ ടു എ പ്ലസ് 1. ബി ഈക്വൽ ടു എ പ്ലസ് 1. അത് നമുക്ക് ചെക്ക് ചെയ്യാം, റിഫ്ലെക്സ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് റോസർ ഫോം എഴുതാൻ പറ്റും. റോസർ ഫോം എഴുതുമ്പോൾ ആർ ഈസ് ഈക്വൽ ടു റോസർ ഫോം നമുക്ക് ബി എന്ന് പറയുന്നത് എക്കാൾ ഒന്ന് കൂടുതലായിരിക്കണം. 1 എടുക്കുകയാണെങ്കിൽ 1,2 2,3 3,4 4,5 5,6 6,7 എടുക്കാൻ ഇവിടെ അവസാനിപ്പിക്കാം. നമുക്കതിനെ ഇവിടെ നോക്കാം. റിഫ്ലെക്സീവിൻ്റെ കണ്ടീഷൻ നിങ്ങൾ ഇങ്ങനെ റിഫ്ലെക്സീവ് നോക്കാം. റിഫ്ലെക്സീവിൻ്റെ എവരി എലമെൻറ്റ് ഇൻ ദി ഗിവൺ സെറ്റ് 1 2 3 4 5 6 ഒക്കെയാണ്. ഇവിടെ ഒരു എലമെൻറ്റുകളും റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് റിഫ്ലെക്സീവിൻ്റെ ആൻസർ നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ എവരി എലമെൻറ്റ് ഇൻ ദി ഗിവൺ സെറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ്, റിലേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അത് ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമുക്ക് സിമെട്രിക്ക് നോക്കാം. സിമെട്രിക് ആണെങ്കിൽ സിമെട്രിക്കിൻ്റെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 1,2 ഉണ്ട്. നേരത്തെ ചെയ്തതുപോലെ 1,2 ഉണ്ട്, പക്ഷേ തിരിച്ചുള്ള 2,1 അതിനകത്തില്ല. അപ്പോൾ നമുക്ക് ആ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. ലെറ്റ് 1,2 എലമെൻറ്റ് ഓഫ് ആർ, ബട്ട് തിരിച്ചുള്ള 2,1 നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ആർ. ദെയർഫോർ ആർ ഈസ് നോട്ട് സിമെട്രിക്. ട്രാൻസിറ്റിൻ്റെ കണ്ടീഷൻ നമുക്ക് നോക്കാം. ട്രാൻസിറ്റിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്കൊരു 2 ജോഡി എടുക്കാൻ പറ്റും. ലെറ്റ് 1,2 എലമെൻറ്റ് ഓഫ് ആർ ആൻഡ് 2,3 എലമെൻറ്റ് ഓഫ് ആർ. ഈ രണ്ടെണ്ണം നമുക്ക് ഇതിനകത്ത് എടുക്കാം. പക്ഷേ 1,3 നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ആർ. 1,3 അതിനകത്തുള്ള എലമെൻ്റ് അല്ല. ദെയർഫോർ ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ ആർ എന്ന് പറയുന്നത് റിഫ്ലെക്സീവും അല്ല, സിമെട്രിക്കും അല്ല, ട്രാൻസിറ്റീവും അല്ല. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള 3 കണ്ടീഷൻ പ്രോബ്ലം ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൽ ഈ 3 പ്രോബ്ലത്തിലും നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നിരിക്കുന്ന സെറ്റ് നമുക്ക് അറിയാമായിരുന്നു, ഒരു കുഞ്ഞ് സെറ്റായിരുന്നു 3 പ്രോബ്ലത്തിലും. ഇനി രണ്ടാമത്തെ ഒരു കണ്ടീഷൻ, ഒരു സെറ്റ് ബിൽഡർ ഫോം പറഞ്ഞായിരുന്നു. നമ്മൾ ആൻസർ ചെയ്യുന്നത് എല്ലാ കണ്ടീഷൻ വെച്ചുള്ള റോസ്റ്റർ ഫോം നമ്മൾ എഴുതി. ആ റോസ്റ്റർ ഫോമിൻ്റെ ആ സെറ്റ് നോക്കിയാണ് നമ്മൾ റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തത്. എപ്പോഴും നമുക്ക് അങ്ങനെ ചെക്ക് ചെയ്യണമെന്നില്ല. നമുക്ക് റോസ്റ്റർ ഫോം എല്ലാ പ്രോബ്ലത്തിനും എഴുതാൻ പറ്റണമെന്നില്ല. നമ്മൾ ആ റോസ്റ്റർ ഫോം എഴുതാൻ പറ്റുമെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. റോസ്റ്റർ ഫോം എഴുതാത്ത ഒരുപാട് വലിയ കണ്ടീഷൻ, ഇപ്പോൾ നമുക്ക് ഇസഡ് വരാം, റിയൽ നമ്പർ വരാം, അങ്ങനെയുള്ള സെറ്റുകളെല്ലാം ഇനി നമ്മുടെ പ്രോബ്ലത്തിലുണ്ട്. അപ്പോൾ ആ ഒരു പ്രോബ്ലത്തിലൊന്നും നമുക്ക് ഒരിക്കലും റോസ്റ്റർ ഫോം നമുക്ക് എഴുതി തീർക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ നമുക്ക് കൂടുതൽ വരും ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.